ഹായ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ക്ലയൻറ്റ് എന്നോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു പോയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻഗേജ്ഡ് ആയിട്ടുണ്ട്, പക്ഷെ ആളുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഫീലിംഗ് എനിക്ക് കിട്ടുന്നില്ല. എന്നോട് ആരെങ്കിലും ഈ ഒരു മാരേജ് വേണ്ടേ എന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ ഒപ്പം തന്നെ ഓടിപ്പോവും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ റൂട്ട് കോസ് നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആളുടെ പാരൻസിൻ്റെ ഒരു ബിഹേവിയർ ആയിരുന്നു. ആളുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകളായിരുന്നു. എന്ന് വെച്ചാൽ ആളുടെ ഉപ്പ എന്ന് പറയുന്നത് ഉപ്പാൻ്റെ ഉമ്മാക്ക് പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് കുട്ടികൾക്കും അതുപോലെ ആളുടെ വൈഫിനും പ്രയോറിറ്റി കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടി തൻ്റെ സ്വന്തം ഉമ്മാൻ്റെ പെയിനും അതുപോലെ തന്നെ ആളുടെ സാക്രിഫൈസും അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. വളർന്നു വന്നപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഉപ്പാനെ പോലെ ഉള്ള ഒരു പാർട്ട്ണറിനെ കിട്ടേ വേണ്ട എന്നുള്ളതാണ്. ആൻഡ് ഇത് മാത്രമല്ല ആ കുട്ടിക്ക് ഇഷ്യൂ വരുന്നത് ഒറ്റയ്ക്കിരിക്കാൻ ആൾക്ക് പേടിയാണ്, ഒറ്റയ്ക്കിരിക്കാനേ കഴിയില്ല. അപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ലീവ് വരുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ് കാര്യങ്ങളൊക്കെ പോയിട്ടാണ് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ കുറച്ച് ഒരു അഡൽട്ട് സ്റ്റേജിലെത്തിയപ്പോൾ ആളെന്ത് വിചാരിച്ചു, മാരീഡായിട്ട് വേറെ പോയാൽ ഇതിൽ നിന്ന് പക്ഷെ ആൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല കേട്ടോ, ഇതുകൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ മാരേജ് ബെസ്റ്റ് ഓപ്ഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആളെന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തായും ഡെയിലി അവർ കാണുന്നുണ്ട്, പക്ഷെ വീക്കെൻഡ് ഡേയ്സിൽ ഹോളിഡേയ്സിൽ കാണുന്നില്ല. അപ്പോൾ ആളുടെ ഫിയാൻസിക്ക് എന്താണ് ആ ഒരു വീക്കെൻഡ് ഡേയ്സിൽ ഹോളിഡേ വീട്ടിലാണ് ചിലവഴിക്കുക. പക്ഷെ അതേസമയം ഈ കുട്ടിക്കാണെങ്കിൽ എന്താണ് വീട്ടിൽ നിൽക്കാൻ വയ്യ, ആളെ വിളിച്ചിട്ട് പറയും നമുക്ക് പുറത്തു പോവാം എന്നുള്ളത് പറയുന്ന സമയത്ത് ആൾക്ക് ഫിയാൻസിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെ പോകുന്ന സമയത്ത് എന്താണ് ഈ കുട്ടിക്ക് എന്താണ് അവിടെ ഫീൽ ചെയ്യുന്നത്, ഞാൻ വിചാരിച്ച പോലെ ആളെന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് വേണ്ട അറ്റൻഷൻ തരുന്നില്ല. ആൻഡ് അത് മാത്രമല്ല കേട്ടോ, ആൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഹോണസ്റ്റായിട്ട് പറയും, കാര്യങ്ങൾ സംസാരിക്കും, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ആ സെയിം സാധനം ആൾ തിരിച്ച് എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട്. ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡി എടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവിടെ അവർ തമ്മിലുള്ള ഒരു ലവ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു മാച്ചിങ് ഇഷ്യൂസോ ഒന്നുമല്ല വരുന്നത്. ശരിക്കും ഇവിടെ എന്താണ് കാരണം, ആ ചെറുപ്പത്തിൽ കിട്ടിയ ആ കുട്ടിക്ക് അറ്റൻഷൻ കിട്ടാതെ പോയ ആ ഒരു ഇമോഷണൽ അവൈലബിലിറ്റി തൻ്റെ ഫാദറിൽ നിന്ന് കുറഞ്ഞൊരു കാരണമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇവിടെ അറ്റാച്ച്മെൻറ്റ് ലവാണ് ഒരു ഫിയാൻസിയോട് കാണിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ പാരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, എല്ലാ പാരൻസും വിചാരിക്കും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഫുഡ് കൊടുത്താൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ അവർക്ക് വേണ്ട ടോയ്സ് പണം കൊടുത്താൽ അത് മാത്രം മതി അവരുടെ ലൈഫിൽ എന്നുള്ളത്. പക്ഷേ അവരുടെ ലൈഫിൽ അതിനേക്കാളും അവരുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ ഇമോഷണലി അവരെ ചേർത്ത് പിടിച്ചത്, സപ്പോർട്ടീവായത്, അവരുടെ വിഷമം വന്നപ്പോൾ അവരെ കൂടെ നിന്നത്, അവർക്ക് എന്ത് രീതിയിൽ അവൈലബിലിറ്റി കൊടുത്തത്, അതാണ് അവരുടെ ലൈഫ് ലോങ് അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാരൻറ്റ് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം ബാക്കിയുള്ള കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഇഷ്യൂസ് കുട്ടികളിൽ കാണാം. അവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടി തോന്നും, പാരൻസുമായിട്ട് ഇമോഷണലി ഡിസ്റ്റൻസ് ആവും, എന്നിട്ട് അത് വേറൊരാളിലേക്ക് ആ ഒരു ഡിപ്പെൻഡൻസി കൊണ്ടേ കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കുട്ടിയുടെ കേസിൽ സംഭവിച്ച പോലെ തന്നെ. അപ്പോൾ മറ്റുള്ളവരായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഫീലിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ലൈഫില്ല എന്നുള്ളൊരു സംഭവം. അതേസമയം ഒരു കറക്റ്റ് ലവാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നാലും സെപ്പറേറ്റ് ആവുകയാണെങ്കിലും ആ ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യും, ഒറ്റയ്ക്കിരിക്കാനോ കാര്യങ്ങളോ ഒന്നും പേടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുക, ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ലവ് എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്.
സോ നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് അപ്പം കഴിഞ്ഞല്ലോ, അവരിപ്പോൾ ഒരു സങ്കടം വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടാൽ അവർക്ക് ആ സങ്കടം വന്നാൽ സങ്കടം മാറുമ്പോൾ അത് കഴിഞ്ഞു, ഇനി അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇനി അവരൊന്ന് വീണ് കരഞ്ഞാലും നമ്മൾ അത് വേദന മാറിയേ കഴിഞ്ഞു, അങ്ങനെ ആ ഒരു സില്ലി തിങ്ങായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അവരെ മൈൻഡിൽ വേറൊരു രീതിയിൽ പ്ലേസ് ചെയ്യും. ആൻഡ് വലുതാവുന്ന സമയത്തായിരിക്കും, ഓരോ ഘട്ടത്തിലായിരിക്കും അന്ന് കിട്ടിയ ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഈ രീതിയിലൊക്കെ ആയിട്ട്. സോ നിങ്ങളൊരു പാരൻ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾ സേഫ്റ്റി ആക്കി, മെൻ്റലി നിങ്ങൾ ഹെൽത്തി ആക്കിയിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കറക്റ്റ് ചെക്ക് ചെയ്യുക. ആൻഡ് വെറുതെ ക്ലാസ്സസ് കേട്ടിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലാസ് കേട്ടാൽ ഓവറായിട്ട് ചിലപ്പോൾ ഓവർ റിയാക്ട് ചെയ്യുന്ന വ്യക്തികൾ എന്തായിരിക്കും, ഓവർ കെയറിങ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഓവർ കെയറിങ് കൊടുക്കുന്ന വ്യക്തികൾ കുറച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇത് രണ്ടും ഡേഞ്ചറസ് ആണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ടൊന്ന് കാണുക, അതിൽ ക്ലാരിഫൈ വരുത്തുക. അപ്പോൾ ഓവർ റിയാക്ട് ചെയ്യാതെയും ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യാതെയും ഒരു കാമായിട്ട് ഒരു സമാധാനത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് നല്ലത് എന്താണ് വേണ്ടാത്തത് അവരെ കൂടെ നിന്ന് നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ചെയ്തു പോകുമ്പോഴാണ് ഹെൽത്തി പാരൻറ്റിങ് അവിടെ സംഭവിക്കുന്നതും അവരുടെ ലൈഫിലും അവരുടെ ഫ്യൂച്ചറിലും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതും. സോ നിങ്ങളിലൂടെ വരുന്ന ജനറേഷന് നല്ല കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീക്കിൽ വരാം. സോ ബൈ.